നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ വളരെ പ്രതിസന്ധിയിലും സമ്മർദ്ദത്തിലും വളരെ ബാധിക്കപ്പെട്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ദേശത്ത് സമാധാനവും സന്തോഷവും സമൃദ്ധിയും അനുഗ്രഹവും നൽകപ്പെടുവാൻ ദേശത്തിൻ്റെ നടുവിൽ താമസിക്കുന്ന ദൈവഭക്തന്മാരാകുന്ന നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ഇടിവിൽ നിൽക്കുകയും ചെയ്യേണ്ടുന്നത് വളരെ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ സാഹചര്യങ്ങൾ വളരെ കുറഞ്ഞ് നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഒത്തിരി വേളകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിൽക്കുകയും കരയുകയും ചെയ്യുന്ന ഏതൊരു ദൈവഭക്തനോടും ദൈവവചനത്തിലൊരു വാഗ്ദത്തമുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അവർ എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അതെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ, കരയുവാൻ താല്പര്യമുള്ള ഒരു വീരൻ ദൈവസന്നിധിയിലുണ്ടെങ്കിൽ, അപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു വീരൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി അയക്കുവാൻ സർവശക്തനാകുന്ന ദൈവമുണ്ട്. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകേണ്ടുന്നത് ആവശ്യമാണ്. 7-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, മഴ പെയ്യാതെ ഞാൻ ആകാശം അടച്ചു കളയും എന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. വെട്ടുക്കിളിയെ ദേശത്ത് അയച്ചു കളയുമെന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ അതൊക്കെയും ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ വരാതിരിക്കേണ്ടതിന് ഇടിവിൽ നിന്ന് പ്രശ്നങ്ങളെ കണ്ട് സങ്കീർണതയുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ദൈവസന്നിധിയിൽ ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ നാമം വിളിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറുള്ള ഏതൊരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം വളരെ ശക്തമായി വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ അത്ഭുതം ദേശത്തിന്മേൽ അയക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അന്യജാതിക്കാരുടെ ഇടയിൽ നാം ബാധിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവിക നന്മയും അനുഗ്രഹവും നമ്മുടെ ദേശത്ത് വെളിപ്പെടേണ്ടതിന് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ, കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ ആരൊക്കെ തയ്യാറാകുമോ? നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, രോഗങ്ങളും ബാധ്യതകളും വർദ്ധിച്ചു വരുമ്പോൾ, സഭകളിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചു വരുമ്പോൾ, സഭയിൽ ആത്മീകത കുറഞ്ഞു പോകുമ്പോൾ, നമ്മളുടെ പിൻതലമുറകൾ പിന്മാറ്റക്കാരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാൻ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, ദൈവഹിതം ആരായുവാൻ ആര് തയ്യാറാകും? അങ്ങനെ തയ്യാറാകുന്ന ഓരോ വ്യക്തിയുടെയും ദേശത്ത് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. അങ്ങനെ തയ്യാറാകുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവിക സമാധാനവും അനുഗ്രഹവും വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശക്തരായി, വിശ്വസ്തരായി, ദൈവകൃപയിൽ ദൈവിക നിയോഗത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവഹിതത്തിനായി ഏൽപ്പിക്കുന്ന സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ, നാം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ വായിച്ച പ്രകാരം, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്വഭാവം നമ്മളിൽ വെളിപ്പെടുത്തിയാൽ ശത്രുവിന് നമ്മെ തോൽപ്പിച്ചു കളയുവാൻ കഴിയത്തില്ല. പിന്നെയോ അനുഗ്രഹത്തിൻ്റെ നീരുറവകൾ ദൈവം നമ്മുടെ മേൽ തുറക്കുകയും അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകരുന്നവരായി നാം തീരുകയും ചെയ്യും. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മണിക്കൂറുകളും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുക, ട്രസ്റ്റ് ഇൻ ഗാഡ്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ നമ്മുടെ മുഖപ്രകാശ രക്ഷയാണ്, അവൻ നമ്മുടെ ജീവൻ്റെ ബലമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു ദൈവവൈതലിനെയും ഒരിക്കലും തള്ളിക്കളയാതെ എന്നേക്കും പരിപാലിച്ച് വഴി നടത്തുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പ്രതികൂലമായി സംഭവിച്ചാലും, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കുമെന്നുള്ള അരുമനാഥൻ്റെ വാഗ്ദത്തം, അരുമനാഥൻ്റെ ശക്തി, അരുമനാഥൻ പകരുന്ന ദൈവകൃപ നമ്മൾക്ക് രോഗസൗഖ്യവും ആരോഗ്യവും പകർന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബലവാന്മാരാക്കി തീർക്കും. അതുകൊണ്ട് ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.